സദ്ഗുരുവേ ശരണം. മലയാളം നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെയാ ഇംഗ്ലീഷ്. ഇങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? ഇതുപോലെ ഈ പിന്നെയാ അത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം? കുനിഞ്ഞൊരു കുപ്പ എടുക്കത്തില്ല, പിന്നെയാണ് വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത്. ഇതൊക്കെ സ്ഥിരം പരാതികളായിരിക്കും അല്ലേ വീട്ടിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മലയാളത്തിൽ പിന്നെയാ എന്ന് പറയാം. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്കത് ഉപയോഗിക്കാം? അപ്പോൾ ഇംഗ്ലീഷിൽ ഈ പിന്നെയാ എന്ന് പറയുന്നതിനുള്ള ഒരു ഫ്രേസാണ് ലെറ്റ് അലോൺ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ലെറ്റ് അലോൺ എങ്ങനെ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച് സംസാരിക്കാം. അപ്പോൾ ആ ഫ്രേസും പഠിക്കാം, ഒപ്പം നമുക്ക് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാനുള്ള കുറച്ച് ഡയലോഗ്സും പഠിക്കാം. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്രാക്ടീസ് ക്ലാസ് ആയിട്ട് നമുക്കിത് എടുക്കാം. എന്ത് പറയുന്നു? സോ ഇഫ് യു ആർ റെഡി, let's get started. Welcome to English Guru's brand new episode. I am Ashalada Srijit. ഇപ്പോൾ ഒരാൾക്ക് നടക്കാനേ പറ്റുന്നില്ല. നടക്കാൻ പറ്റാത്ത ആളോട് നമ്മൾ ഓടാൻ പറഞ്ഞാലോ? അപ്പോൾ ഒരാളോട് പറയും, അയാളെ ഒന്ന് മാരത്തോണിന് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന വീട്ടമ്മ പറയാണ്, നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ആ മാരത്തോൺ. അപ്പൊ എങ്ങനെ പറയാത്? ഹി കാൺട്ട് വാക്ക് പ്രോപ്പർലി, ലെറ്റ് അലോൺ റൺ എ മാരത്തൺ. കണ്ടോ? ഹി കാൺട്ട് വാക്ക് എന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്നില്ല, പറ്റില്ല. പ്രോപ്പർലി നേരെ, ശരിക്കും. പിന്നെയാ മാരത്തോൺ ഓടുന്നത്, ലെറ്റ് അലോൺ റൺ എ മാരത്തൺ. ഒരാളുടെ അടുത്ത് ചോദിച്ചു, കാറ് വാങ്ങിക്കുന്നില്ലേ? അപ്പൊ അയാളുടെ മറുപടി, ഒരു സൈക്കിൾ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ ആ കാർ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു ബൈ എ ബൈസിക്കിൾ, ലെറ്റ് അലോൺ എ കാർ. എൻ്റെ കയ്യിൽ ഒരു സൈക്കിൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല, പിന്നെ അല്ലേ കാറ്. അപ്പം ഇനഫ് മണി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പണം ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതിനാണ് ഐ ഡോണ്ട് ഹാവ്. ലെറ്റ് അലോൺ എ കാർ, പിന്നെയല്ലേ കാർ. അപ്പൊ സൈക്കിൾ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്ക് പിന്നെ കാറ് വാങ്ങിക്കാൻ പറ്റുമോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. നേരെ ചൊവ്വ വെള്ളം പോലും തിളപ്പിക്കാൻ അവൾക്ക് അറിഞ്ഞൂടാ, പിന്നെയല്ലേ ഫുൾ മീല് കുക്ക് ചെയ്യുന്നത്. ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും അല്ലേ? അപ്പൊ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷി ഡസന്റ് നോ ഹൗ ടു ബോയിൽ വാട്ടർ, ലെറ്റ് അലോൺ കുക്ക് എ ഫുൾ മീൽ. അവൾക്ക് ഷി ഡസന്റ് നോ, അവൾക്ക് അറിയില്ല. എന്തറിയില്ല? ഹൗ ടു ബോയിൽ വാട്ടർ, വെള്ളം തിളപ്പിക്കാൻ പോലും അവൾക്കറിയില്ല. ലെറ്റ് അലോൺ എ ഫുൾ മീൽ. പിന്നെ ഫുൾ മീലിന്റെ കാര്യം പറയാനുണ്ടോ? പറയാതിരിക്കുക ഭേദം. ആ റൂമിൽ ഒരു 10 പേരെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വീട്ടുടമസ്ഥൻ പറയാം, 3 പേരെ ആ റൂമിൽ കിടത്താൻ പറ്റില്ല, പിന്നെ ആ 10 പേര്. ദ റൂം isn't big enough for 3 people, let alone 10. ആ റൂം ഒരു 3 പേർക്ക് പോലും മതിയാവില്ല. ദ റൂം isn't big enough, അത് ബിഗ് ഇനഫ് അല്ല, isn't big enough, let alone 10. പിന്നെ പറയണോ 10 പേരുടെ കാര്യം? പറ്റത്തില്ല. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാം. കാരണം നമുക്ക് സംസാരിക്കണമെങ്കിൽ ചോദിക്കണം, ഉത്തരം പറയണം അല്ലേ? അപ്പൊ ഒരു 3-4 സിറ്റുവേഷനിൽ നമുക്ക് ഈ ലെറ്റ് അലോൺ ഉപയോഗിക്കാം. അതിനോടൊപ്പം കുറച്ച് ഇംഗ്ലീഷും പഠിക്കാം. അപ്പം ഈ ഡയലോഗ് നോക്കിക്കോളൂ. ആരവ് ആൻഡ് റിയ. ആരവ് റിയോട് ചോദിക്കുകയാണ്, നീ നിന്റെ സയൻസ് പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തോ? അപ്പൊ റിയ മറുപടി പറയാണ്, ഞാൻ എൻ്റെ ഹോംവർക്ക് പോലും ഫിനിഷ് ചെയ്തിട്ടില്ല, പിന്നെയല്ലേ പ്രോജക്റ്റ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ആരവ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഡിഡ് യു ഫിനിഷ് ദ സയൻസ് പ്രോജക്റ്റ്? നീ സയൻസ് പ്രോജക്റ്റ് നീ തീർത്തോ? നീ തീർത്തോ? ഡിഡ് യു ഫിനിഷ് എന്ന് പറഞ്ഞാൽ തീർത്തോ. ഉത്തരം, ഐ ഡിഡ്ന്റ് ഈവൻ ഫിനിഷ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് പോലും തീർത്തിട്ടില്ല. ഈവൻ മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് പോലും, ഹോംവർക്ക് പോലും തീർത്തിട്ടില്ല. ലെറ്റ് അലോൺ ദ സയൻസ് പ്രോജക്റ്റ്, പിന്നെ അല്ലേ സയൻസ് പ്രോജക്റ്റ്. ഒരു ഡ്രസ്സ് എടുക്കാൻ കടയിൽ പോയി. അപ്പൊ മോൾ അമ്മയെടുത്ത് ചോദിക്കുകയാണ്, മോം ക്യാൻ യു ബൈ മീ ദിസ് ഡ്രസ്? അമ്മ, എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? ക്യാൻ യു ബൈ, പറ്റുമോ. ക്യാൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്നുള്ളതാണ്. ക്യാൻ യു ബൈ മീ ദിസ് ഡ്രസ്? ഈ ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പറ്റുമോ? അപ്പൊ അമ്മ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ എ സിമ്പിൾ ടീഷർട്ട്, ലെറ്റ് അലോൺ ദിസ് എക്സ്പെൻസീവ് ഡ്രസ്. ഒരു സിമ്പിൾ ടീഷർട്ട് വാങ്ങിക്കാനുള്ള പൈസ ഇപ്പൊ എൻ്റെ കയ്യിലില്ല, പിന്നെയല്ലേ ഇത്രയും എക്സ്പെൻസീവ്, വില കൂടിയ ഡ്രസ്സ്.
അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ക്യാൻ യു ബൈ മീ ദിസ് ഡ്രസ്? ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ എ സിമ്പിൾ ടീഷർട്ട്. പറഞ്ഞോളൂ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ എ സിമ്പിൾ ടീഷർട്ട്. ലെറ്റ് അലോൺ ദിസ് എക്സ്പെൻസീവ് ഡ്രസ്. പിന്നെയല്ലേ ഈ എക്സ്പെൻസീവ് ഡ്രസ്. ഇനി ഒരു യാത്രയെക്കുറിച്ച് 2 സുഹൃത്തുക്കൾ. അതിൽ ആദ്യത്തെ ഫ്രണ്ട് ചോദിക്കുകയാണേ, ആർ യു പ്ലാനിങ് ടു ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് ഇയർ? നീ അടുത്ത വർഷം ലണ്ടനിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആർ യു പ്ലാനിങ് ചെയ്യുന്നുണ്ടോ? എന്തിന്? ടു ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് ഇയർ. ടു ഗോ ടു ലണ്ടൻ, ലണ്ടനിൽ പോകാൻ അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ. അപ്പോൾ അടുത്ത ഫ്രണ്ട് പറയണേ, ഐ കാൺട്ട് ഈവൻ ട്രാവൽ ടു ദ നെക്സ്റ്റ് സിറ്റി ലെറ്റ് അലോൺ ലണ്ടൻ. എനിക്കിവിടെ അടുത്ത സിറ്റിയിലേക്ക് പോകാൻ പോലും പറ്റത്തില്ല. ഐ കാൺട്ട് ഈവൻ ട്രാവൽ ടു ദ നെക്സ്റ്റ് സിറ്റി. പിന്നെയല്ലേ ലണ്ടൻ. ലെറ്റ് അലോൺ ലണ്ടൻ. അച്ഛനും മോനും, അമ്മ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പം അച്ഛൻ മോനോട് ചോദിക്കുകയാണ്, ക്യാൻ യു കുക്ക് ദ ഡിന്നർ? നിനക്ക് ഡിന്നർ ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം മോൻ, ഐ കാൺട്ട് ഈവൻ മേക്ക് ടീ ലെറ്റ് അലോൺ ഡിന്നർ. എനിക്കൊരു ചായ പോലും വയ്ക്കാൻ പറ്റത്തില്ല, പിന്നെയല്ലേ ഡിന്നർ. ഐ കാൺട്ട് ഈവൻ മേക്ക് എ ടീ ലെറ്റ് അലോൺ ഡിന്നർ. ഐ കാൺട്ട് ഈവൻ മേക്ക് എ ടീ ലെറ്റ് അലോൺ ഡിന്നർ. നിങ്ങൾക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിടണേ. നീ ആ നോവൽ മുഴുവൻ വായിച്ചോ? ഈ വായിച്ചോ എന്നുള്ളതിന് ഏത് വെച്ച് തുടങ്ങണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വേറെ രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. നീ ആ നോവൽ മുഴുവൻ വായിച്ചോ? അതെങ്ങനെ എഴുതും? ആ ചോദ്യത്തിനുള്ള ഉത്തരം, ഞാൻ ഒരു ചാപ്റ്റർ പോലും വായിച്ചിട്ടില്ല. പിന്നെയല്ലേ മുഴുവൻ നോവൽ. ഞാൻ ഒരു ചാപ്റ്റർ പോലും വായിച്ചിട്ടില്ല, പിന്നെയല്ലേ മുഴുവൻ നോവൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ലെറ്റ് അലോൺ ഉപയോഗിച്ച് പറയാമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്, ഗ്രാമർ കോഴ്സ് ഉണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് ചേരാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസൊക്കെ തന്ന് ലൈവായിട്ടുള്ള ക്ലാസ്സുകളും വാട്സാപ്പ് ക്ലാസ്സുകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആയിരിക്കും. ധൈര്യമായിട്ട് ചേരാം. പിന്നെ ഗ്രാമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കാരണം പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ കുട്ടികൾക്കും ജോലി കിട്ടാനായിട്ട് വലിയവർക്കും ഒക്കെ ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് ബേസിക് ലെവലുണ്ട്, അഡ്വാൻസ്ഡ് ലെവലുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും ബേസിക് ലെവലും അഡ്വാൻസ്ഡ് ലെവലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ചേരാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് ലിറ്റററി ഇവൻറ്റ്സിൻ്റെ കോച്ചിങ് ഉണ്ട്. അതിൻ്റെ എല്ലാം ഒരു പോസ്റ്റർ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഒരുപാട് കുട്ടികൾ ചേരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അതിന് ഇപ്പോൾ ചേരാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും ഒക്കെ ഒന്ന് എഴുതി കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഓക്കെ, എല്ലാം ഇട്ടാൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ see you in the next video. Until then, you take care. Sadgurave Sharanam.